ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഹെയർ കെയർ സീരീസ് ആണ്. ഇന്ന് നമ്മൾ ബോണ്ട് റിപ്പയർ ചെയ്യാൻ പോണേ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ, അതായത് ഞാൻ ബോണ്ട് റിപ്പയറിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യട്ടെ. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ബോണ്ട് റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഇതേപോലത്തെ 3 തരത്തിലുള്ള ബോണ്ടുകൾ ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളം കൊള്ളുമ്പോഴേക്കും പോകും. അതാണ് നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം തട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കേളി ഹെയർ വീണ്ടും കേളി ആവത്തില്ല. അതുപോലെ നിങ്ങളുടെ മുടി പഫി ആവണത്, ഇപ്പൊ നമ്മൾ ഹ്യൂമിഡിറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ പഫി ആവണത് അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളം. അപ്പൊ ആ വെള്ളം കൊണ്ട് നമ്മളുടെ ബോണ്ട് പോകുന്നതാണ് ഈ കാണുന്ന ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് തോന്നുന്നു. അത് പിന്നെ ഒരു സോൾട്ട് ബോണ്ട് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റിലെ pH, അതുപോലെ ഹാർഡ് വാട്ടർ, അതൊക്കെ കൊണ്ടിട്ട് പോകുന്നത്. പിന്നുള്ളത് ഈ ഒരു ബോണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ, കളറിങ് ചെയ്യുമ്പോൾ, ഒരുപാട് ഹീറ്റ് ഉപയോഗിക്കുമ്പോൾ ഇത് ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറും. എന്റെ മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറിയത് അങ്ങനെയാണ്. ഞാൻ കളറിങ് ചെയ്തു, അതുപോലെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്റെ മുടിയുടെ ആ ഒരു ഫുൾ ബോണ്ട് സ്ട്രക്ചറെ 2023 അതിന് ശേഷം എന്റെ മുടി ഇവിടെ ഇച്ചിരി പഫി ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഡാമേജ് ആയി പോയത് അങ്ങനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല, തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എന്ന് വെച്ചാൽ അത് ആ എന്താ പറയാ, ആ പൊട്ടിപ്പോയേക്കണ സാധനത്തിനകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കാന്നുള്ളതാണ്. സ്കാൽപ്പ് മാത്രമല്ല, നമ്മുടെ സ്ട്രാൻഡ്സും ക്ലീൻ ആക്കാന്നുള്ളതാണ്. നമ്മൾ എന്ത് സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്ലീൻ ആയിട്ടുള്ള മുടിയിൽ ചെയ്ത് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബെനിഫിഷ്യൽ ആണ്. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവണം. ഇപ്പൊ എന്റെ തലയിൽ അത്യാവശ്യം നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് സംഭവങ്ങൾ കൊണ്ടോ ഒരുപാടില്ല, പക്ഷെ എന്നാലും എനിക്ക് ഡ്രൈ സ്കാൽപ്പിന്റെ ഇഷ്യൂ ഉണ്ട്, അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ചെയ്യണേ മുന്നേ നിങ്ങളുടെ തല ഫുള്ള് ക്ലീൻ ആക്കണം. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾ ക്ലീൻ ആക്കുക. സാധാരണ ഞാൻ എന്റെ ഷാമ്പൂ ഇടുന്ന വീഡിയോസിലൊക്കെ പറയാം, നമ്മൾ ഇങ്ങോട്ടേക്ക് ഷാമ്പൂ ഇടണ്ട, ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ പതപ്പിച്ച് മാത്രം കളഞ്ഞാൽ മതി എന്നല്ലേ ഞാൻ പറയാറ്. പക്ഷെ ഇന്ന് നിങ്ങൾ ഇവിടെയും കൂടി ഷാമ്പൂ ഇടണം. ഓക്കെ, ഇവിടെയും കൂടിയിട്ട് നന്നായിട്ട് എക്സ്ട്രാ ഷാമ്പൂ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ കാണിച്ചു തരാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂസ് ഏതൊക്കെയാണെന്നുള്ളത് കൂടിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു മാനിറ്റൈനിന്റെ ഈ ഷാമ്പൂ, ഇത് നല്ല ക്ലാരിഫൈ ചെയ്യാൻ പറ്റണ പോലത്തെ ഷാമ്പൂ ആണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമാണ്. നമുക്കിത് ഹാർഡ് വാട്ടർ കൊണ്ട് വന്നിട്ടുള്ള ബിൽഡപ്പുകൾ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡിൻ്റെത്. പിന്നെ ഞാൻ അവിടെ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ഇതുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ഇതിപ്പോ ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്, പക്ഷെ ഇതും നല്ലതാണ് കേട്ടോ. നോർമലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെത്. പിന്നെ CGM പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള, കേളി ഗേൾ പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിനകത്തും ഇങ്ങനത്തെ ക്ലാരിഫൈങ് ഷാമ്പൂ ഉണ്ടാവും. കാരണം അവർ ഒരുപാട് പ്രോഡക്റ്റ് ലോഡ് ചെയ്യത്തില്ലേ. അപ്പൊ അതുകൊണ്ട് അത് കളയാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷാമ്പൂ വേണം. അപ്പൊ അതിന് അവരുടെ ക്ലാരിഫൈങ് ഷാമ്പൂ ഉണ്ട്. അതിന് ഏതെങ്കിലും ഒക്കെ മേടിച്ചാൽ അതിനിപ്പോ അത്രയും പൈസ കൊടുത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പാന്റീനിന്റെ ഈ ഷാമ്പൂ യൂസ് ചെയ്യാം. ഇനി ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലിനിക് പ്ലസ് ഏത് ഷാമ്പൂ ആണെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് സൾഫേറ്റ് ഉള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആകും. ഈ ഹാർഡ് വാട്ടറിന്റെ മാത്രം കളയണമെങ്കിലാണ് നിങ്ങൾക്ക് ഈ ജെലാറ്റിൻ അതിന്റെ ആവശ്യമുള്ളൂ. ബാക്കി അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ബിൽഡപ്പുകൾ പോകാനായിട്ട് സൾഫേറ്റ് ഉള്ള എല്ലാ ഷാമ്പൂസും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് സൾഫേറ്റ് ഉള്ള ഷാമ്പൂ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഒരു ശകലം ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര തിളച്ച വെള്ളമല്ല, ചെറിയൊരു ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഹെയർ ഉണ്ടോ, വെള്ളം വീഴുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വെള്ളം റിപ്പൽ ചെയ്ത് പോകണേ. കാരണം എൻ്റെ ഒരു ലോ പോറോസിറ്റി ആയതുകൊണ്ട് മുടിയുടെ പ്രത്യേകിച്ച് ഇങ്ങനെ ആ ഫ്രണ്ട് ഭാഗം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ റിപ്പൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറേ നേരം കയ്യിലിട്ട് ഇങ്ങനെ നമ്മൾ മുടിമൊക്കെ ഇടില്ല, അതേപോലെ വെള്ളം ഇങ്ങനെ പുഷ് ചെയ്ത് അകത്തോട്ട് കയറ്റണം. അപ്പോൾ ഇച്ചിരി വാം വാട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. എന്നിട്ട് നിങ്ങൾ ഷാമ്പൂ കയ്യിലെടുക്കുക. ഞാനിവിടെ ഈ ഒരു നന്നായിട്ട് പതിയുന്ന ഷാമ്പൂ തന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ ഷാമ്പൂ തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് അത് എടുത്തിട്ട് നിങ്ങൾ ആദ്യമേ സ്കാൽപ്പിൽ വർക്ക് ചെയ്യുക. സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നഖം കൊണ്ട് മസാജ് ചെയ്യരുത്, നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് വേണം മസാജ് ചെയ്യാൻ. നഖം കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് വീഴും, നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ചിലപ്പോൾ ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ടിട്ട് കയ്യിൻ്റെ ഈ ഒരു തുമ്പ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഷാമ്പൂ എടുക്കുക. എന്നിട്ട് നമ്മുടെ മുടിയുടെ സ്ട്രാൻഡ്സിലോട്ട് അപ്ലൈ ചെയ്യുക. കാരണം സാധാരണ ഞാൻ സ്ട്രാൻഡ്സിലോട്ട് ഇടരുതെന്നല്ലേ പറയാം, പക്ഷേ ഇതിൽ നിങ്ങൾ സ്ട്രാൻഡ്സിലോട്ട് ഇടണം. കാരണം എങ്കിൽ മാത്രം നമ്മുടെ അവിടെ ഉള്ള ഇങ്ങനെ എന്തെങ്കിലും ബിൽഡപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ലെങ്ത്തിലോട്ട് നമ്മളിങ്ങനെ കുറച്ച് ഷാമ്പൂ എടുക്കുക. എന്നിട്ട് പതപ്പിച്ചിട്ട് ഇങ്ങനെ മസാജ് കുറച്ചധികം നേരം മസാജ് ചെയ്യാനായിട്ട് നിങ്ങളിങ്ങനെ ക്ലാരിഫൈ ചെയ്യണ ദിവസം മസാജ് ചെയ്യുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കഴുകി കളയുക. ഏറ്റവും ലാസ്റ്റത്തെ റിൻസ് ഇച്ചിരി തണുപ്പുള്ള നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള തണുത്ത വെള്ളം തന്നെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ മുടിക്ക് ബെറ്റർ ആട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക. അത് നമ്മൾ തല കഴുകിയിട്ടുണ്ട്, എൻ്റെ ഉടുപ്പ് നനഞ്ഞിട്ടോ. സാറില്ല, നിങ്ങൾ വീട്ടിലിടുന്ന ഏതെങ്കിലും പഴയ ഉടുപ്പിട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ മേത്തൊക്കെയാവും. അയ്യോ, കണ്ണിനകത്ത് ഷാമ്പു പോയി, അതോ കണ്ണിന് കലങ്ങിപ്പോയി. ഇനി നമ്മളൊരു വൈറ്റ് ടൂത്ത് കോമ്പ് എടുക്കുക. ഇച്ചിരി അലമ്പിട്ടോ അതിനെ കാണാൻ.
സാരില്ല. ഓക്കെ, വൈറ്റ് ടൂത്ത് കോമ്പ് എടുത്തിട്ട് ചീവി കൊടുക്കാം. ഓക്കെ, പതുക്കെ ചീവണം കേട്ടോ, കാരണം മുടി നനഞ്ഞിരിക്കണോണ്ട് ഭയങ്കര പെട്ടെന്ന് ഊരി പോകാം. നിങ്ങൾ ഫൈൻ ഹെയർ ആണെങ്കിലാണ് ഇച്ചിരി കൂടെ സൂക്ഷിക്കണ്ടേ. നമുക്ക് ഈ ഹെയർ ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയണത് ശരിയാട്ടാ. പക്ഷെ എന്റെ മുടി പണ്ടൊന്നും എനിക്ക് കുളിക്കാതിരിക്കാന്നുള്ള ചിന്തിക്കാനേ വയ്യ. ഞാൻ കുളിയെന്ന് ഉദ്ദേശിക്കുന്ന തല കഴുകണം കേട്ടോ, മേലെ എല്ലാ ദിവസവും കഴുകാറുണ്ട്. പക്ഷെ ഇപ്പണ്ടല്ലോ, ഇപ്പൊ ഞാൻ മറന്നുകൂടാ തല കഴുകാൻ. കാരണം എനിക്ക് തലക്കേറെ ചൊറിച്ചിലും ഒന്നും വരില്ല തല കഴുകാതിരുന്നാലും. ഇങ്ങനെ തലയിൽ ഇങ്ങനെ ബിൽഡപ്പ് വരുമ്പോ മാത്രമാണ്, ഇങ്ങനെ മാന്തുമ്പോ ഇങ്ങനെ എന്താ കൈയിന്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ അറിയണേ, ഓ കുളിച്ചില്ലല്ലോ. ഞാൻ ഒരിടയ്ക്ക് ഇങ്ങനെ അലാറം വെക്കുമായിരുന്നു, റിമൈൻഡർ വെക്കുമായിരുന്നു കുളിക്കേണ്ട ദിവസം തല കഴുകണ്ടല്ലോ. ഞാൻ മറന്നു തല കഴുകാനായിരുന്നു. കണ്ടാ നനഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മുടി ഇത്രേ ഉള്ളൂ. നേരത്തെ സടകുടഞ്ഞ സിംഹക്കുട്ടീനെ പോലെ നിന്ന മുടിയാണ് നനഞ്ഞു കഴിഞ്ഞപ്പോ ഇരിക്കണൊക്കെ ഉച്ച പോലെ പമ്മിപ്പോയി. ഇനി നമുക്ക് ബോണ്ട് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കെമിക്കലി ഡാമേജ്ഡ് ആണ്, കളർ ചെയ്തിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കണമായിരിക്കും ഇത്തിരി ബെറ്റർ. ഓക്കെ, ഇതൊക്കെ നല്ല ഓപ്ഷൻ ആണ് കേട്ടോ. ഓലാപ്ലെക്സിന്റെ ഈ നമ്പർ 3 ഇത് നല്ലതാ, നന്നായിട്ട്. ഞാൻ 2022 23 ഞാൻ ഇങ്ങനെ ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഭയങ്കര മുടി ഒഴിച്ചിലായിരുന്നു. മുടി ഒഴിച്ചിലും മുടിയുടെ ടെക്സ്ചർ പോയി ഭയങ്കര ഫ്രിസി, അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും കുഴപ്പമില്ല, എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഒലാപ്ലെക്സ് ഇഷ്ടം. ഇത് പിന്നെ കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അത് ഇവരുടെ തന്നെ ഷാംപൂ കണ്ടീഷണർ ഉണ്ട്. നിങ്ങൾ മേടിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ലീവ് ഓൺ പ്രോഡക്റ്റുകൾ, ഇത് ഒലാപ്ലെക്സിന്റെ ലീവ് ഇൻ ക്രീം, പിന്നെ റെഡ്കിന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, ഇതും നല്ലൊരു ബോണ്ട് റിപ്പയറിങ്ങിന് യൂസ് ചെയ്യാവുന്ന ക്രീം. അങ്ങനത്തെ ലീവ് ഓൺ ചെയ്യുന്ന ക്രീമുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ഒരു 20 മിനിറ്റോ എത്ര മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നതാണ്. ഇതും നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ മാസത്തിൽ 1 കിലോ 2 മാസത്തിൽ കൂടുമ്പോൾ 1 കിലോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാണ്ട് ഇത് വീക്ക്ലി എന്ന ബേസിസിൽ നമുക്ക് കുളി കഴിഞ്ഞിട്ട് നമുക്ക് ലീവ് ഇൻ കണ്ടീഷണർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൂടെ പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പക്ഷേ ഇന്നൊരു DIY ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലാക്സ് സീഡ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് കുറച്ച് ഇടുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബോൺ ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാൻ പിന്നെ ഓൾറെഡി ഹെയറിൽ ജെല്ലായിട്ട് ഞാൻ ഇടാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് എന്തോരാന്ന് വെച്ചാൽ അത്രയും ജെല്ല് ഉണ്ടാക്കുക. ഇത് ഇങ്ങനെ വെള്ളത്തിനകത്തോട്ട് ഇടാം, എന്നിട്ട് ഇങ്ങനെ പത പോലെ ഇങ്ങനെ പൊങ്ങി വരും പത വന്ന്. അങ്ങനെ പത വന്ന് വരുമ്പോൾ ഒരു സ്പൂൺ ഇട്ട് നോക്കാം. സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ സ്ലൈമി ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ എന്താ പറയുക, ഈ വെണ്ടയ്ക്കെന്നൊക്കെ വരില്ല, ഇങ്ങനെ ഒരു പ്ലം അങ്ങനെ സാധനം വരണം. അത് വരണ വരെ നിങ്ങൾ ചെറു തീയിലിട്ടിട്ട് അതിങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നേരെ ഉടനെ തന്നെ അത് അരിച്ചെടുക്കുക. ഉടനെ അരിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര ജെല്ലി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ആ അരിപ്പയൊക്കെ ഓടിയിട്ട് താഴത്തേക്ക് വരില്ല. അപ്പോൾ നന്നായിട്ട് ചൂടോട് കൂടി തന്നെ അരിച്ചെടുത്തിട്ട് അത് ചൂടാറണം. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ചൂടാറണ്ട, ശകലം ചൂടുണ്ടെങ്കിൽ നല്ല നമ്മളുടെ മുടിയിലോട്ട് ഇടുമ്പോഴേക്കും ഈസിലി പെനട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു ചൂടോടെ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ ചെറുത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി ഒരു 1/2 സ്പൂൺ എങ്ങാനും ഷുഗർ ഇട്ട് നോക്കുക. നോർമലായിട്ടുള്ള ക്രിസ്റ്റൽ ഉള്ള അങ്ങനത്തെ ഷുഗർ വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്തിരി ജെല്ല് ഇങ്ങനെ കട്ടക്കുള്ള ജെല്ല് ഉണ്ടാക്കി എൻ്റെ മുടിയിലിടാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ വാട്ടർ ഇങ്ങനെ അങ്ങ് മിക്സ് ആവും, അപ്പോൾ ഇച്ചിരി ഭയങ്കര വെള്ളം പോലെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി കട്ടി വേണം എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മളുടെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വിസ്ക് ചെയ്താൽ മതി. എൻ്റെ സ്പൂൺ വെച്ച് വിസ്ക് ചെയ്താലും വരാത്തത്ര ഇച്ചിരി ജെല്ല് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ നിങ്ങളുടെ ഷുഗർ കൂടിപ്പോരുത്. ഷുഗർ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മുടി ഇച്ചിരി ഇങ്ങനെ സ്ട്രോ പോലെ ആകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2-3 തവണ ട്രൈ ചെയ്ത് നോക്കും. മാസത്തിൽ 1 തവണ ഇത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ കുറച്ച് നാളെ എത്ര കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളതെന്ന്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇടുമ്പോ അവിടെ എല്ലാം നിലത്ത് വീഴും. അവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. വേണ്ട, എന്റെ ഇവിടുത്തെ മുടി ഇപ്പോഴേ ഉണങ്ങി. ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് വേണം, അല്ല ഇത് കണ്ടതിന് ശേഷം അത് നിങ്ങൾ പോയി കാണാം. അപ്പൊ അറിയാം എന്തുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ഉണങ്ങിയത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബോണ്ട് റിപ്പയറിംഗ് DIY സാധനം. ഇങ്ങനെ ഇരിക്കുക. ഇത് നിങ്ങളുടെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഓർക്കും. എന്റെ കണ്ണിരിക്കണോക്കി ആ ഷാമ്പു കണ്ണി പോയിട്ടാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് തലയിൽ ഡാൻഡ്രഫ് ഉള്ളവർ ഇടരുത് കേട്ടോ, കാരണം ഇത് മോയ്സ്ചർ ഉള്ള സാധനം. മോയ്സ്ചർ ഉള്ള സാധനം ഡാൻഡ്രഫ് ഉള്ളവർ ഇട്ട് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് വേഴ്സൺ ആവും. അപ്പൊ നിങ്ങളുടെ സ്കാൽപ്പ് കണ്ടീഷൻ നോക്കിയിട്ട് വേണം ഇത് നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് എന്നിട്ട് നമ്മൾ ഓരോ മുടിയിലോട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കാം. സോറി, എന്റെ ബാക്ക്ഗ്രൗണ്ട് മെസ് ഒക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. മുടിയുടെ തുമ്പിലൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് എവിടേക്കാണോ ഫ്രിസി ആയിട്ട് ഫീൽ ചെയ്യണ പോർഷൻ, ആ പോർഷൻ ഇട്ട് കൊടുക്കുക. എന്റെ ഈ ക്രൗൺ ഏരിയയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രിസി ആയിട്ട് ഇരിക്കാറ്. അപ്പൊ അവിടെ ഞാൻ ഇടാം. പിന്നെ നമ്മൾ എല്ലാ പ്രോഡക്റ്റും മുഖത്തിടാറില്ല, ഇങ്ങനെ നാച്ചുറൽ സാധനങ്ങളൊക്കെ. പക്ഷെ ഇത് മുഖത്തിടണ്ട കേട്ടോ. പക്ഷെ ഇതിൽ ഷുഗർ ഉള്ളതുകൊണ്ട് മുഖത്ത് എത്ര ഇടുന്ന കുഴപ്പമില്ല, പക്ഷെ എന്നാലും വേണ്ട.
പിന്നെ ഇത് നിങ്ങൾ ഇട്ടത് കൊണ്ട് നിങ്ങൾ മാജിക്കൽ റിസൾട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇത് ഗ്രാജുവലി നമ്മളുടെ ഹെയറിന് നല്ലതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ ഇട്ട വീഡിയോയിൽ ഈ മാല എവിടെ നിന്നാന്ന് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഓൺ സ്റ്റോർ നല്ല മാല, ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര വർത്തിട്ടായിട്ടുള്ള മാലയാണ് ഇത്. ഞാൻ ഊരി വെക്കാറില്ല, കുളിക്കുമ്പോഴും എല്ലാ സമയത്തും ഞാൻ അത് കഴുത്തിലിട്ടോണ്ടിരിക്കും. കളർ പോയിട്ടേ ഇല്ല. സോ ഇംപ്രസ്ഡ്. പിന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതേപോലത്തെ ഗോൾഡ് മേടിക്കണോന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ നടന്നയാ. ഇത് വന്നിരിക്കണ എങ്ങനെയാ അറിയോ? കണ്ട ഇങ്ങനെ ഒരു നൈസ് ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഇങ്ങനത്തെ ഒരു പെൻഡന്റാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓരോ സെഷൻ ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യണേ. നിങ്ങൾക്ക് ഡെൻസിറ്റി കൂടുതലുള്ളവരാണെങ്കിൽ മുടി ഇങ്ങനെ പൊക്കി ഇതിനകത്തുള്ള മുടിയിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ അകത്തുള്ള മുടിയിലാവില്ല. അകത്തുള്ള മുടിയിൽ ഫ്രിസി അല്ലാന്നുണ്ടെങ്കിൽ അത്ര ഇടണ്ടോന്നില്ല കേട്ടോ. എന്റെ ഇവിടെ പുറം ഭാഗത്തുള്ള മുടിക്കാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ ഇവിടെ ഭയങ്കര പ്രശ്നം ഈ ക്രൗൺ ഏരിയയില്. അവിടെ അങ്ങനെ ഞാൻ പൊത്തി വെക്കുന്നുണ്ട്. ഇനി ഇതുണ്ടല്ലോ എന്താണെന്ന് വെച്ചാ ഇത് നമ്മൾ ഇനി ഇങ്ങനെ ഞെക്കണം. ഓക്കെ, ഇങ്ങനെ ഞെക്കുമ്പോ ഇത് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളുടെ ക്യൂട്ടിക്കിൾസിനകത്തോട്ട് ഇതിനങ്ങ് കയറ്റുക. ഓക്കെ, ഇങ്ങനെ ആക്കണമെന്നില്ല, ഇങ്ങനെ ആക്കിയാലും മതി. നിങ്ങൾക്ക് ഗേൾസ് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ മുടി പറിച്ചെടുക്കരുത്. നിങ്ങളുടെ മുടിയാണെന്നുള്ള ബോധത്തോടെ വേണം ചെയ്യാൻ. നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ഭയങ്കര എഫക്ട് ചെയ്യുന്ന ഒരു മാസ്ക് കേട്ടോ. പിന്നെ ഇതിലിടുമ്പോൾ നിങ്ങൾ ഷുഗർ കൂടുതൽ ഇടരുത്, മുടി സ്റ്റിഫായി പോകും. ഓക്കെ, ഇനി ഒരു കോമ്പ് എടുത്തിട്ട് ഒന്ന് ഇവന്റ്ലി ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒക്കെ പതുക്കനെ ചെയ്യണം കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ പാടെന്താ അറിയോ ഹെയർ കെയറിൽ? മുടി കിളിർത്ത് വരാനായിട്ട് എളുപ്പമാണ്. ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനാ പാട്. നമ്മളുടെ കയ്യിലിരിപ്പ് കാരണമാണ് ലെങ്ത് കുറഞ്ഞു പോണേ. നമ്മൾ ലെങ്ത് അത്ര ശ്രദ്ധ കൊടുക്കില്ല. വളർന്നു വരും ഇത്, പക്ഷെ വളർന്നു വരുന്ന ഈ മുടി സൂക്ഷിക്കാൻ, പഴയ മുടി സൂക്ഷിക്കാനാണ് പാട്. എനിക്കാണെങ്കിൽ ഞാൻ ആ കളറിങ് ഒക്കെ ചെയ്തതിന് ശേഷം എന്റെ മുടിയിൽ ജട കെട്ടും. പണ്ട് എനിക്ക് അത്ര ജട കെട്ടുന്ന ഇഷ്യൂ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ജട കെട്ടും. എന്നിട്ട് ഇതൊരു 20 minutes നിങ്ങൾ തലയിൽ വെക്കുക. ഓക്കെ, അതിൽ കൂടുതൽ വെക്കണ്ട. എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയത് വൈക്കോൽക്കോല് പോലെ ആവരുത്. അതിന് മുന്നേ നിങ്ങൾ കഴുകണം. കഴുകി കളഞ്ഞിട്ട് ഇതിന്റെ മേലെ നിങ്ങൾക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാം. ഷാമ്പൂ ഇടണ്ട. ഇനി നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകുക. എന്നിട്ട് കണ്ടീഷണർ ഇടാം. നിങ്ങൾ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ കണ്ടീഷണർ അത്ര നിർബന്ധമില്ല. പക്ഷെ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ കണ്ടീഷണർ ഇട്ടാൽ ഒന്നും കൂടെ സീലാവും. ഞാൻ ഒരു ബുഷും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മേലെ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടാൽ കുറച്ചുകൂടി നല്ലതാ. ഞാൻ നോക്കട്ടെ, എന്റെ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ഞാൻ ഇടും. നിങ്ങൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് ഇടണേ. തലയൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല കേട്ടോ. മസാജ് ചെയ്യാം. നമ്മുടെ ഈ സീരീസിൽ ഹെഡ് മസാജ് ചെയ്യണം എങ്ങനെയാന്നുള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഹെഡ് മസാജ് ചെയ്യണത് നിങ്ങൾ റിലാക്സേഷനും മുടി വളരാനും. ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടിവെക്കാം. കെട്ടിവെച്ചതിന് ശേഷം അഴിച്ചിടാം കേട്ടോ. ഇങ്ങനെ അഴിച്ചിട്ടിട്ട് നിങ്ങൾ മുടി ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ മുടി ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കാം കേട്ടോ. കെട്ടിവെക്കാൻ വെച്ചാൽ ലൂസായിട്ട് ബ്രെയ്ഡ് ചെയ്യാം. കാരണം നമ്മുടെ മുടി ഉണങ്ങുന്ന ടൈമിൽ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഉണങ്ങി കഴിഞ്ഞിട്ട് വരിക. ഓക്കെ, നല്ല ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യണം. സോഫ്റ്റ് ആയിട്ട്, നിങ്ങൾക്ക് മുടി സോഫ്റ്റ് ആയിട്ടിരിക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഒഴുകി പോണ പോലെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാം കേട്ടോ. അത് ഞാൻ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ആഡ് ചെയ്യാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ Day 2 ഹെയർ കെയർ സീരീസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. എനിക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നാളെ നമ്മുടെ ഹെയർ ഗ്രോത്ത് മസാജിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മസാജ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയറിന് നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് മസാജ് ചെയ്യാന്നുള്ളത് കാണാം. അപ്പോൾ നാളെ കാണാം. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. എടാ നോക്ക്, നല്ലോണം ഒതുങ്ങിയിരിക്കില്ലേ മുടി, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ഈ മാസ്ക് നിങ്ങൾക്ക് മന്ത്ലി 1 or 2 times എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ളത് യൂസ് ചെയ്തിട്ട് താഴെ കമന്റ് സെക്ഷനിൽ പറയണം.